ഹലോ ഹായ്. അപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസം ഇവിടെ അടയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഞാൻ എന്താ ഉരുളിയും വിളക്കും എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും വൈകുന്നേരം ഏട്ടൻ വരുമ്പോഴത്തേക്കും നമ്മുടെ പടക്കങ്ങളൊക്കെ കൊണ്ടുവന്നു. അത് കുട്ടിക്ക് വേണ്ടിയിട്ട് പൂത്തിരി കമ്പിത്തിരി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അടയൊക്കെ ഞങ്ങൾ കഴിച്ച ശേഷം പിന്നെ ആഘോഷത്തിലേക്ക് കിടക്കുകയാണ്. ഇനിയിപ്പോൾ 2-3 ദിവസം നമുക്കിങ്ങനെ ആഘോഷങ്ങൾ തന്നെ ആയിരിക്കും. കാരണം ഇവിടെ വിഷുവേലയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്ക് അതിന് പോവും. പിന്നെ അത് കഴിഞ്ഞ് വെച്ചാൽ 2-3 ദിവസം വേലയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ തലേ ദിവസവും അതുപോലെ തന്നെ വിഷുക്കണി കണ്ട് പുലർച്ചെ അതിന് ശേഷം ഇവിടെ പടക്കം പൊട്ടിക്കും. പൂത്തിരി കമ്പത്തിരി വിഷുചക്രം ഇതൊക്കെ നമ്മൾ കത്തിച്ച് ആഘോഷിക്കും കേട്ടോ. അത് കുട്ടിക്ക് ഇത്തവണ പേടിയൊന്നുമില്ല. അല്ലെങ്കിൽ അവനെപ്പോഴും അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നല്ലാതെ അങ്ങനെ കത്തിക്കലൊന്നുമില്ല. ചെറിയ കുട്ടിയായിരുന്നല്ലോ. ഇപ്പം അവന് പേടിയൊക്കെ മാറി. ഇപ്പം അവനായിട്ട് കത്തിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് ഏട്ടൻ ഇങ്ങനെ കൈ പിടിച്ച് കൊടുത്തു വെച്ചാൽ അവനങ്ങനെ കത്തിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഞങ്ങളും കുറേ കത്തിച്ച് പിന്നെ വിഷുക്കണിയൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് രാവിലെ ഇടാം. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.